സ്കൂളിൽ നിന്ന് വന്നിട്ട് അമ്മാള് ചോദിച്ചു എനിക്ക് മസാല ദോശ വേണം. അപ്പം ഞാൻ പെട്ടെന്നൊരു മസാല ദോശ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അരിമാവ് ഇരുന്നത് കൊണ്ട് അത് പോസിബിളാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി ഇമ്പോസിബിൾ. പാത്രത്തിൽ ഒരു 2 കിഴങ്ങും ഒരു സവാളയും, എണ്ണ ഒഴിച്ചല്ല കേട്ടോ, 2 സവാളയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് വെന്തോന്നറിയാൻ വേണ്ടി ഞാൻ എന്താ ഇതിങ്ങനെ ഞെക്കി നോക്കി. അപ്പോൾ അത് വെന്തിട്ടുണ്ട്, ഒരുപാട് അങ്ങ് വെന്ത് കുഴയണ്ട. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ നടുക്കൂടെ തന്നെ അങ്ങ് കടുക് പൊട്ടിക്കാൻ പോവാണേ. കടുകല്ല എടുക്കുന്നത് ഞാൻ കേട്ടോ, ഞാൻ കുറച്ച് ഉഴുന്നാണ് എടുക്കുന്നത്. ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉഴുന്നൊന്നും അതിനകത്ത് കിടന്നൊന്ന് മൂക്കട്ടെ. വറ്റൽമുളകും പച്ചമുളകും ഒക്കെ ഇതിനകത്ത് ഇടാം കേട്ടോ, ഇഞ്ചിയൊക്കെ ഇടാം. പക്ഷേ എൻ്റെ കുട്ടികൾ ഇതൊന്നും കഴിക്കില്ല, എല്ലാം പെറുക്കി മാറ്റി. ഒരു ഇച്ചിരി എരിവാണെങ്കിൽ പോലും കഴിക്കില്ല. അതുകൊണ്ടാണ് ഞാനതൊന്നും ഇടാത്തത് കേട്ടോ. ഉച്ചക്കെല്ലാം കടുപ്പത്ത് വെച്ചു. ദോശ നല്ല കനം കുറച്ച് ഞാൻ പരത്താണേ. കുറച്ച് നെയ്യും അതിൻ്റെ ചുറ്റിട്ടു. പിന്നെ നമ്മുടെ ദോശ ജസ്റ്റ് ഒന്ന് മുരിയാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഞാൻ ഈ മസാല സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ തിരിച്ചിടുന്നില്ലല്ലോ, ലൈറ്റിൻ്റെ കുറേ പ്രശ്നമുണ്ടെന്ന്. എന്നിട്ട് ഇവനെ നമ്മളുണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഒരു മടക്ക്, അടുത്ത ഒരു മടക്കൂടെ അങ്ങ് മടക്കണം. നമ്മുടെ കുഞ്ഞൻ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടാ. மசாலா தோசை ரெடி. எப்படி இருக்கு இந்த மசாலா தோசை? பிடிச்சிருக்கா? நல்லா பிடிச்சிருக்கா? കാണാൻ വയ്യ വെട്ടം കൊണ്ട്. അപ്പം നമ്മുടെ മസാല ദോശ നല്ല സൂപ്പറായിട്ട് റെഡിയാണ്. ഹായ് ഹൈ 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 ഹൈ, സൂപ്പറാണോ? അപ്പം കുറച്ച് മസാല ദോശ കഴിക്കുന്ന ഹോം മെയ്ഡ് സ്വീറ്റ് മസാല ദോശ. ചെറിയ മധുരം ഉണ്ടല്ലേ പൊട്ടറ്റോയുടെ.